ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSI നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരുന്നു. ഇപ്പോഴും ശബ്ദം അടഞ്ഞാണ് ഇരിക്കുന്നത്. കുറച്ച് പറയുമ്പോൾ പെയിൻ ഉള്ളത് കൊണ്ടാണ് ഇത്രയും ദിവസം ഞാൻ ക്ലാസ് എടുക്കാതിരുന്നത്. ഇന്ന് കുറച്ച് ഭേദമായതുകൊണ്ടാണ് ക്ലാസ്സുമായി വന്നിരിക്കുന്നത്. പരീക്ഷ അടുത്തിരിക്കുന്നത് എനിക്കറിയാം. എന്നാൽ കഴിയും വിധം സ്പീഡിൽ ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ ശ്രമിക്കാം. ഇന്നത്തെ ടോപ്പിക്ക് മൊഡ്യൂൾ 4 എക്കോളജിയാണ്. അതിൽ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ് ടോപ്പിക്കിലെ ബയോസ്ഫിയർ റിസർവും നാഷണൽ പാർക്കുമാണ് ഡിസ്കസ് ചെയ്ത് പോകാം രീതിയിലേക്ക്. എന്താണ് ബയോസ്ഫിയർ റിസർവ്? സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും സംരക്ഷണത്തിന് വേണ്ടി ഒരു പ്രദേശം സംരക്ഷിക്കുന്നു. ആ പ്രദേശത്തെയാണ് ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. അതായത് അവിടെ ഒരു പ്രദേശത്തെ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും സംരക്ഷണത്തിന് വേണ്ടി ആ ഒരു ഏരിയ, ആ ഒരു പ്രദേശത്തെ സംരക്ഷിത മേഖലയായിട്ട് മാറ്റുന്നു. അതിനെയാണ് നമ്മൾ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അവിടെയുള്ള ഗോത്രവർഗ്ഗക്കാരുടെ, അതായത് ആദിവാസികളുടെ ജീവിതത്തെയും അവരുടെ ശൈലികളെയും അവരുടെ പരമ്പരാഗത സ്വത്തിനെയും സംരക്ഷിക്കുക അല്ലെങ്കിൽ അത് പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യം കൂടി ബയോസ്ഫിയർ റിസർവിനുണ്ട്. ആ പ്രദേശത്തെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുക, അതായത് ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ട് ചെയ്യുക, സംരക്ഷിക്കുക. ഭൗമ, സമുദ്ര, തീരദേശ പരിസ്ഥിതി വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന മേഖലയാണ്. അതായത് ഒരു ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുമ്പോൾ അവിടെ ഭൂമിയുടെ, സമുദ്രത്തിന്റെ, തീരദേശ പ്രദേശങ്ങൾ അങ്ങനെയുള്ള പല ഭാഗങ്ങളും ഉൾപ്പെടുന്ന ഏരിയകളായിരിക്കും ബയോസ്ഫിയർ റിസർവ് ആയിട്ട് സംരക്ഷിക്കുന്നത്. 1971 യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഇത് നിലവിൽ വരുന്നത്. ആദ്യമായിട്ട് ഇത് നിലവിൽ വരുന്നത് 1971 യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഇത് ആദ്യമായിട്ട് ഉണ്ടാകുന്നത്. പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം, അവയുടെ ശരിയായ ഉപയോഗം, ഗവേഷണം, ദേശീയവും അന്തർദേശീയവുമായ സഹകരണം എന്നിവയാണ് ഇതിന്റെ പ്രധാന കർമ്മ പദ്ധതികൾ. ഒരു ബയോസ്ഫിയർ റിസർവിന് പ്രധാനമായിട്ട് 3 മേഖലകളാണുള്ളത്: കോർ സോൺ, ബഫർ സോൺ, ട്രാൻസിഷൻ സോൺ. കോർ സോൺ എന്ന് പറയുന്നത് ആ ഏരിയയുടെ ഏറ്റവും സെന്റർ ഭാഗമായിരിക്കും. അവിടെ മനുഷ്യർക്ക് പ്രവേശനമില്ല. മനുഷ്യരുടെ പ്രവേശനം തടഞ്ഞിരിക്കുന്ന ഏരിയയാണ് കോർ സോൺ എന്ന് പറയുന്നത്. അവിടുത്തെ സസ്യ ജന്തു വിഭാഗങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് വളരാനും അവിടുത്തെ ഒരു പ്രോഡക്റ്റ് നാശം വരാതിരിക്കാൻ വേണ്ടിയാണ് കോർ സോൺ ആയിട്ട് വെച്ചിരിക്കുന്നത്. അതിന് പുറത്തുള്ള ഏരിയയാണ് ബഫർ സോൺ എന്ന് പറയുന്നത്. ബഫർ സോണിന്റെ പ്രത്യേകത, അവിടെ മനുഷ്യർക്ക് കടന്നു ചെല്ലാം. അവരുടെ പ്രവർത്തനങ്ങളോട് പക്ഷെ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. അവരുടെ മനുഷ്യർക്ക് അവിടെ കടന്നു ചെല്ലാം, അവിടുത്തെ പ്രോഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യാം, ഉപയോഗിക്കാം, പക്ഷേ അതിന്റെ പ്രവർത്തനം പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ട്രാൻസിഷൻ സോണിൽ മനുഷ്യരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അനുമതിയുണ്ട്. അവിടെ കൃഷിയും അവർക്ക് അവിടെ താമസിക്കാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ള അനുവാദമുള്ള ഏരിയയാണ് ട്രാൻസിഷൻ സോൺ എന്ന് പറയുന്നത്. ലോകത്തിലാകെ 759 ബയോസ്ഫിയർ റിസർവ് ഉണ്ട്. ഇത് 2025 കണക്കനുസരിച്ചിട്ടാണ് 759 എന്ന് പറയുന്നത്. നിങ്ങൾ പഠിക്കുന്നത് പഴയ ഗൈഡുകളാണെങ്കിൽ ചിലപ്പോൾ അതിന് ഇതിന് നമ്പർ കുറവായിരിക്കും, അല്ലെങ്കിൽ പുതിയ എഡിഷൻ ചിലപ്പോൾ കൂടാം. അത് എനിക്ക് കിട്ടിയ സോഴ്സ് വെച്ചിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ പഴയ എഡിഷനിലേക്ക് ഇതിനേക്കാൾ കുറവാണ്, ചിലപ്പോൾ 701 എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ഓരോ അപ്ഡേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നിലവിൽ 759 ബയോസ്ഫിയർ റിസർവ് ലോകത്ത് മൊത്തത്തിലുണ്ട്. അതിൽ ഇന്ത്യയിലുള്ളത് 18 എണ്ണമാണ്. ഇന്ത്യയിൽ 18 ബയോസ്ഫിയർ റിസർവ് ആണുള്ളത്. അതിൽ 12 എണ്ണം യുനെസ്കോയുടെ MAB, മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 18 ബയോസ്ഫിയർ റിസർവ് ഇന്ത്യയിലുള്ളതിൽ 12 എണ്ണം MABയുടെ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് എന്നറിയപ്പെടുന്നത് ഗ്രേറ്റ് ഗോബി ബയോസ്ഫിയർ റിസർവ് ആണ്. അത് മംഗോളിയയുടെ തെക്ക് പടിഞ്ഞാറ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ അതിർത്തിയിൽ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് ഗ്രേറ്റ് ഗോബി ബയോസ്ഫിയർ റിസർവ്. ഇത് മധ്യേഷ്യൻ മരുഭൂമികളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് വേണമെങ്കിൽ പരീക്ഷ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അത് 1986 സ്ഥാപിതമായ നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും പഴക്കം ചെന്നതുമായിട്ടുള്ള ബയോസ്ഫിയർ റിസർവ്. ഇന്ത്യയിലെ ആദ്യത്തേതും അതുപോലെ പഴക്കം ചെന്നതുമായിട്ടുള്ള ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. പശ്ചിമഘട്ടത്തിൽ, വെസ്റ്റേൺ ഘട്ടിലാണ് ഇത് കാണപ്പെടുന്നത്. വെസ്റ്റേൺ ഘട്ടിന്റെ ഭാഗമാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ 10 ജൈവ ഭൂമിശാസ്ത്ര പ്രവിശ്യകളിൽ 2 എണ്ണം ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയിലെ ഭൂമിശാസ്ത്രപരമുള്ള പല മേഖല എടുക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട 2 എണ്ണം ഈ നീലഗിരി ബയോസ്ഫിയറിലാണ് ഉൾപ്പെടുന്നത്. വിശാലമായ ആവാസ വ്യവസ്ഥകളും ജീവിവർഗ വൈവിധ്യവും ഈ പ്രദേശത്ത് കാണപ്പെടുന്നു. അതായത് വളരെയധികം എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള പല എക്കോസിസ്റ്റംസും അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റിയും പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായി ഈ നീലഗിരിയിൽ കാണപ്പെടുന്നു. കേരളം, തമിഴ്നാട്, കർണാടക എന്നിങ്ങനെ 3 സ്റ്റേറ്റുകൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. സൈലന്റ് വാലി നാഷണൽ പാർക്കും ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഈ ഒരു ബയോസ്ഫിയർ റിസർവ് അകത്ത് വരുന്ന ഒരു നാഷണൽ പാർക്കാണ് സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ ബയോസ്ഫിയർ റിസർവ് ഉള്ള രാജ്യം എന്ന് പറയുന്നത് സ്പെയിനാണ്. ഏറ്റവും കൂടുതൽ ബയോസ്ഫിയർ റിസർവ് ഉള്ള രാജ്യം എന്ന് ചോദിച്ചാൽ സ്പെയിനാണ്. 55 ബയോസ്ഫിയർ റിസർവ് ആണ് സ്പെയിനിൽ മാത്രമുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് എന്നറിയപ്പെടുന്നത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് ആണ്. കച്ച്
ഉൾക്കടലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ്. ലോകത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും ചെറിയ ബയോസ്ഫിയർ റിസർവ് എന്നറിയപ്പെടുന്നത് അസമിൽ സ്ഥിതി ചെയ്യുന്ന ദിബ്രു സൈഖോവ എന്ന ബയോസ്ഫിയർ ആണ്. അത് ഇന്ത്യയിലെയും ചെറുതാണ്, ലോകത്തിലെടുക്കുന്ന തന്നെ ഏറ്റവും ചെറിയ ബയോസ്ഫിയർ റിസർവ് അസമിലാണ് കാണപ്പെടുന്നത്, ദിബ്രു സൈഖോവ എന്ന ബയോസ്ഫിയർ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 18 ബയോസ്ഫിയർ റിസർവ് ഏതൊക്കെയാണെന്ന് നോക്കാം. നീലഗിരി ബയോസ്ഫിയർ റിസർവ് ഓൾറെഡി പറഞ്ഞു, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും ആദ്യത്തേതുമാണെന്ന് പറഞ്ഞു. അത് തമിഴ്നാട്ടിലും കേരളത്തിലും കർണാടകയിലോട്ട് കാണപ്പെടുന്നു, പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ്, വെസ്റ്റ് ബംഗാളിന്റെ ഭാഗമാണ്. രണ്ടാമത്തെ നന്ദാദേവി ബയോസ്ഫിയർ റിസർവ് ആണ്, ഉത്തരാഖണ്ഡിലാണ് കാണപ്പെടുന്നത്, വെസ്റ്റേൺ ഹിമാലയയുടെ ഭാഗമാണ്. മൂന്നാമത്തെ നൊക്രേക്ക് ബയോസ്ഫിയർ റിസർവ് മേഘാലയയിലാണ് കാണപ്പെടുന്നത്, ഈസ്റ്റേൺ ഹിൽസിന്റെ ഭാഗമാണ്. നാലാമത്തത് ഗൾഫ് ഓഫ് മന്നാർ, അത് തമിഴ്നാട്ടിലാണ്, തീരദേശ കോസ്റ്റൽ ഏരിയ ആണ്. സുന്ദർബൻസ് ബയോസ്ഫിയർ റിസർവ് അത് വെസ്റ്റ് ബംഗാളിലാണ്, ഗംഗാ ഡെൽറ്റയുടെ ഭാഗമാണ്. സിമിലിപ്പൽ ബയോസ്ഫിയർ റിസർവ് അത് ഒഡീഷയിലാണ് കാണപ്പെടുന്നത്, ഡെക്കാൻ പെനിൻസുലയുടെ ഒരു ഭാഗമാണ്. ഗ്രേറ്റ് നിക്കോബാർ ബയോസ്ഫിയർ റിസർവ് അത് ആൻഡമാൻ നിക്കോബാർ എന്ന ഐലൻഡ് ആണ്, ലക്ഷദ്വീപാണ്. പഞ്ച്മാർക്കി ബയോസ്ഫിയർ റിസർവ് അത് മധ്യപ്രദേശിലാണ്, അർദ്ധവരണ്ട പ്രദേശം, സെമി എയറിഡ് കണ്ടീഷനുള്ള ഒരു ഏരിയ ആണ്. അടുത്തത് അജ്നക്മാർ അമർനാഥ് ബയോസ്ഫിയർ റിസർവ് ആണ്, അത് മധ്യപ്രദേശിലാണ് കാണപ്പെടുന്നത്, മൈക്കല ഹിൽസിന്റെ ഭാഗം. കോൾഡ് ഡെസേർട്ട് ബയോസ്ഫിയർ റിസർവ് അത് വെസ്റ്റേൺ ഹിമാലയയുടെ ഭാഗമാണ്, ഹിമാചൽ പ്രദേശിലാണ് കാണപ്പെടുന്നത്. കാഞ്ചൻജംഗ ബയോസ്ഫിയർ റിസർവ് അത് സിക്കിമിലാണ് കാണപ്പെടുന്നത്, ഈസ്റ്റേൺ ഹിമാലയയുടെ ഭാഗമാണ്. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് അത് തമിഴ്നാട്ടിലും കേരളത്തിലോട്ടാണ്, പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ്. ദിബ്രു സൈഖോവ ബയോസ്ഫിയർ റിസർവ് നേരത്തെ പറഞ്ഞ് ഏറ്റവും ചെറിയ, ലോകത്തിലെയും ഇന്ത്യയിലെ ഏറ്റവും ചെറുതാണ്, ആസാമിലാണ് കാണപ്പെടുന്നത്, അത് ഈസ്റ്റേൺ ഹിൽസിന്റെ ഭാഗമാണ്. ദിബാങ് ദെബാങ് ബയോസ്ഫിയർ റിസർവ് അത് അരുണാചൽ പ്രദേശിലാണ്, ഈസ്റ്റേൺ ഹിമാലയയുടെ ഭാഗമാണ്. കച്ച് ബയോസ്ഫിയർ റിസർവ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലുതാണെന്ന് പറഞ്ഞു, അത് ഗുജറാത്തിലാണ്, മരുഭൂമിയുടെ ഭാഗമാണ്. ശേഷാചലം ഹിൽസ് ബയോസ്ഫിയർ റിസർവ് അത് ആന്ധ്രാപ്രദേശിലാണ്, ഈസ്റ്റേൺ ഹിൽസിന്റെ ഭാഗമാണ്. പന്ന ബയോസ്ഫിയർ റിസർവ് അത് മധ്യപ്രദേശിലാണ്, ഈർപ്പമുള്ള ഇലപൊഴിയും കാടുകൾ ഡെസിഡിയസ് ഫോറസ്റ്റ് വരുന്ന ഭാഗമാണ്. മനാസ് ബയോസ്ഫിയർ റിസർവ് അത് ആസാമിലാണ്, ഈസ്റ്റേൺ ഹിൽസിന്റെ ഭാഗമാണ്. അടുത്തത് നാഷണൽ പാർക്സ്, ദേശീയ ഉദ്യാനം. ഒരു ഭൂപ്രദേശത്ത് സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയും അവിടുത്തെ വന്യജീവികളെയും സസ്യജാലങ്ങളെയും അവിടുത്തെ ചരിത്ര സ്മാരകങ്ങളെയും ഭരണകൂടത്തിന്റെ ചുമതലയാൽ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശമാണ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞത് ബയോസ്ഫിയർ റിസർവ് പോലെ ഒരു പ്രദേശമായിരിക്കും. ആ പ്രദേശം അതിനകത്തുള്ള എല്ലാ സസ്യ ജന്തുജാലങ്ങളുടെയും അവിടെയുള്ള മറ്റു ചരിത്ര സ്മാരകങ്ങളെയും ഒക്കെ അതാത് ഭരണകൂടം ആ പ്രദേശം എവിടെ കാണപ്പെടുന്നു ആ ഭരണകൂടത്തിന്റെ സഹായത്താൽ സംരക്ഷിക്കുന്ന സ്ഥലങ്ങളായിരിക്കും ദേശീയോദ്യാനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ കൃഷി, വേട്ടയാടൽ എന്നിവ നിരോധിച്ചിരിക്കുകയാണ്. നാഷണൽ പാർക്കിനകത്ത് കൃഷി ചെയ്യാനോ വേട്ടയാടാനോ പറ്റത്തില്ല. ഇന്ത്യയിൽ ആകെ 96 ദേശീയോദ്യാനങ്ങൾ കാണപ്പെടുന്നുണ്ട്. നാഷണൽ പാർക്ക് 96 അതിൽ ആദ്യത്തേതും പഴക്കം ചെയ്ത് ഏറ്റവും വളരെ പഴക്കം ചെന്ന ആദ്യത്തെ ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. അത് ഉത്തർപ്രദേശിലാണ്, 1934 രൂപീകൃതമായത്, ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ലോകത്തിലെ പഴക്കം ചെന്ന ദേശീയോദ്യാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കാണ്, USA-ലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഓൾഡസ്റ്റ് നാഷണൽ പാർക്ക് എന്നറിയപ്പെടുന്നത് യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്, അത് USA-ലാണ്. ഇന്ത്യയിലെ ഏതാണെന്ന് നേരത്തെ പറഞ്ഞു, ജിം കോർബറ്റ് നാഷണൽ പാർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തില് നിലവിലെ 6 നാഷണൽ പാർക്ക് ഉണ്ട്, എന്നാൽ 7 ഉണ്ടെന്ന് പറയുന്നുണ്ട്, എങ്കിലും അംഗീകരിച്ചിരിക്കുന്ന 6 ഒന്ന് ഇരവികുളം നാഷണൽ പാർക്ക്, 2 പെരിയാർ നാഷണൽ പാർക്ക്, 3 സൈലന്റ് വാലി നാഷണൽ പാർക്ക്, 4 മതികെട്ടാൻ ചോല നാഷണൽ പാർക്ക്, പാമ്പാടും ചോല നാഷണൽ പാർക്ക്, ആനമുടി ചോല നാഷണൽ പാർക്ക്. ഇതോടൊപ്പം കരിമ്പുഴ നാഷണൽ പാർക്ക് കൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പക്ഷെ നിലവിലത് അംഗീകരിക്കപ്പെട്ടില്ല, പ്രഖ്യാപനം പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഇപ്പോഴും അതൊരു വന്യജീവി സംരക്ഷണ കേന്ദ്രമായിട്ട് അറിയപ്പെടുന്നു, അതൊരു നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദ്യത്തേതാണ് ഇരവികുളം നാഷണൽ പാർക്ക്. 1975 ഇരവികുളം വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിരുന്ന ആ പ്രദേശമാണ് പിന്നെ നാഷണൽ പാർക്കായിട്ട് മാറിയത്. 1978 അത് നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചു. ആദ്യം ഇതൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിരുന്നു, പിന്നീട് 78 ഇത് നാഷണൽ പാർക്കായിട്ട് മാറുന്നത്. കേരളത്തിലെ ആദ്യത്തതും വലുതുമായിട്ടുള്ള നാഷണൽ പാർക്കാണ്. ഇപ്പൊ കേരളത്തിലുള്ളതിൽ ഏറ്റവും വലുതും ആദ്യത്തതുമാണ് ഇരവികുളം നാഷണൽ പാർക്ക്. ഇടുക്കി ജില്ലയിലാണ് കാണപ്പെടുന്നത്, ദേവികുളം താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് ആനമുടി, നമ്മുടെ കൊടുമുടി ആനമുടി കേട്ടുണ്ട്, അത് കാണപ്പെടുന്നത് ഇരവികുളം നാഷണൽ പാർക്കിലാണ്. ഇവിടെ സംരക്ഷിച്ചിരിക്കുന്ന മൃഗം എന്ന് പറയുന്നത് വരയാടാണ്. പിന്നെ വിനോദസഞ്ചാര കേന്ദ്രമായ രാജമല കാണപ്പെടുന്നത് ഈ ഇരവികുളം നാഷണൽ പാർക്കിലാണ്.
അടുത്താണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നാഷണൽ പാർക്കാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക്. ഇത് ഈ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് കാണപ്പെടുന്നത്. ഏറ്റവും വലിയ മഴക്കാടും അതുപോലെ നിത്യഹരിത വനവും കന്യാവനവും ഉൾപ്പെടുന്ന പ്രദേശമാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് എന്നുള്ളത്. സൈലന്റ് വാലി എന്ന പേര് വരാൻ കാരണം സൈലന്റ് വാലി സൈലന്റ് ആയതുകൊണ്ടല്ല, ചീവീട് ആബ്സെന്റ് ആയതുകൊണ്ടാണ്. ചീവീട് കാണപ്പെടുന്നില്ല. പക്ഷെ ഞാനൊക്കെ സൈലന്റ് വാലി പോകുമ്പോൾ ചീവീടിന്റെ ശബ്ദം കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ചീവീടൊക്കെ ഉണ്ട്. എന്നാൽ പണ്ട് കാലങ്ങളിൽ സൈലന്റ് വാലി ചീവീട് ഇല്ലായിരുന്നു എന്നതുകൊണ്ടാണ് ആ ഒരു പേര് വന്നത്. ഇപ്പൊ നിലവിൽ ചീവീടിന്റെ ശബ്ദമൊക്കെ അവിടെ കേൾക്കുന്നുണ്ട് കേട്ടോ. സൈലന്റ് വാലി ചീവീട് ഇല്ലാത്തതുകൊണ്ടാണ് ആ പേര് വന്നത്. പ്രധാനമായും സിംഹവാലൻ കുരങ്ങുകളാണ് ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നത്. വെടിപ്ലാവിലാണ് ഈ സിംഹവാലൻ കൂടുതലാണ് കാണപ്പെടുന്നത്. തൂതപ്പുഴ ഉണ്ടാകുന്ന സൈലന്റ് വാലി എന്നാണ്. അതുപോലെ സൈലന്റ് വാലി ഒഴുകുന്ന മറ്റൊരു നദിയാണ് കുന്തിപ്പുഴ. കുന്തിപ്പുഴയുടെ പ്രത്യേകത മലിനീകരണം കുറഞ്ഞൊരു നദിയാണ്. കാരണം കാട്ടിനുള്ളിലായതുകൊണ്ട് മനുഷ്യർക്ക് പ്രവേശനമില്ലാത്ത ഭാഗം ആയതുകൊണ്ട് തന്നെ മലിനീകരണം ഇല്ലാത്തൊരു നദി കൂടിയാണ് കുന്തിപ്പുഴ എന്ന് പറയുന്നത്. 1984 ഇന്ദിരാഗാന്ധിയാണ് ഇത് നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കുന്നത്. 1984 രാജീവ് ഗാന്ധി ഇത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. 2007 ഇതിനെ ബഫർ സോൺ ആയിട്ട് പ്രഖ്യാപിച്ചു. ബഫർ സോണിന്റെ പ്രത്യേകത അറിയില്ല, മനുഷ്യർക്ക് പ്രവേശനം പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഏരിയയാണ് ബഫർ സോൺ ആണ്. നേരത്തെ പറഞ്ഞ കോർ സോൺ പോലുള്ള ബഫർ സോൺ ഉണ്ട്. ബഫർ സോണിൽ മനുഷ്യർ കടന്നില്ല, പക്ഷെ അവരുടെ പ്രവർത്തനങ്ങളെ പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഏരിയയാണ്. അപ്പൊ അതും 2007 ബഫർ സോൺ ആയിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. 2009 സൈലന്റ് വാലി ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. പാത്രക്കടവ് പദ്ധതി, കേരളത്തിലെ പ്രധാന പദ്ധതിയാണ് പാത്രക്കടവ് പദ്ധതി. അത് നമ്മുടെ കുന്തിപ്പുഴയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതാണ്. ഈ സൈലന്റ് വാലി കുന്തിപ്പുഴയുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് പാത്രക്കടവ് പദ്ധതി. അതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഉൾപ്പെടുത്തതാണ്. ഈ ഒരു സൈലന്റ് വാലി പുറലോകത്ത് എത്തിച്ചത് ഇങ്ങനെ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ ഒരു വലിയൊരു കാടുണ്ടെന്നും അവിടെ ഇത്രയും സംരക്ഷണം ഒരുപാട് ജീവജാലങ്ങൾ ഉണ്ടെന്നൊക്കെ കണ്ടെത്തിയത് റോബർട്ട് വൈറ്റ് എന്ന ഒരു ഫോറിനറാണ്. അടുത്ത നാഷണൽ പാർക്കാണ് പാമ്പാടും ചോല നാഷണൽ പാർക്ക്. കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്കാണ്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് കാണപ്പെടുന്നത്. 2003 നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചു. നീലഗിരി മാട്ടൺ മരനായ എന്ന ജീവിയാണ് കൂടുതലായിട്ട് സംരക്ഷിച്ചിരിക്കുന്നത്. ആനമടി ചോല നാഷണൽ പാർക്ക് ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. ദേവികുളം താലൂക്കിലെ മറയൂർ വില്ലേജിലാണ് കാണപ്പെടുന്നത്. ഇവിടെയും വരാടുകളാണ് സംരക്ഷിച്ചിരിക്കുന്നത്. പെരിയാർ നാഷണൽ പാർക്ക് വിസ്തീർണത്തിൽ ഏറ്റവും വലുത് പെരിയാറാണ്. വിസ്തീർണം എടുക്കാൻ ടോട്ടൽ ഏരിയ എടുക്കുകയാണെങ്കിൽ ഏരിയ വൈസിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് ഇരവികുളത്തെ കൂടി പെരിയാറായിരിക്കും. വിസ്തീർണത്തിലാണ് ഏറ്റവും വലുപ്പത്തിൽ കാണപ്പെടുന്നത്. ഇതും ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കിയിലും അതുപോലെ പത്തനംതിട്ട ജില്ലയിലും വ്യാപിച്ച് കാണപ്പെടുന്നുണ്ട്. 1982 ഇത് നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കുന്നത്. ആനയും കടുവയുമാണ് പ്രധാനമായിട്ടും ഇവിടെ സംരക്ഷിച്ചത്. പെരിയാർ നാഷണൽ പാർക്കിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് വൈൽഡ് ലൈഫ് സാഞ്ചുറി പഠിക്കാം. കാരണം ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ് വൈൽഡ് ലൈഫ് സാഞ്ചുറി. മതികെട്ടാൻ ചോല നാഷണൽ പാർക്ക് ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലെ പൂപ്പാറ വില്ലേജിലാണ് കാണപ്പെടുന്നത്. 2003 നവംബർ 21 ഈ പ്രദേശം ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. 1897 തന്നെ തിരുവിതാംകൂർ സർക്കാർ പണ്ട് ഇതിനെ ഒരു റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. പിന്നീടാണത് നാഷണൽ പാർക്കായിട്ട് മാറുന്നത്. അത്യപൂർവമായിട്ടുള്ള ചോലപ്പുൽമേട് ഈ ഒരു ആവാസ വ്യവസ്ഥയുടെ പ്രത്യേകത. ഇവിടെ കാണപ്പെടുന്ന പ്രധാന ആവാസ വ്യവസ്ഥയാണ് ചോലപ്പുൽമേട്. അത് ഈ ഒരു നാഷണൽ പാർക്കിന്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ ഔഷധ സസ്യങ്ങളുടെ സമ്പന്നമായ ശേഖരം ഇവിടെ കാണപ്പെടുന്നത്. ഒരുപാട് മെഡിസിനൽ പ്ലാന്റ്സിന്റെ കലവറ കൂടിയാണ്, ബയോഡൈവേഴ്സിറ്റിയുടെ കലവറ കൂടിയാണ് മതികെട്ടൻ ചോല നാഷണൽ പാർക്ക്. അടുത്താണ് കരിമ്പുഴ നാഷണൽ പാർക്ക്. മലപ്പുറം ജില്ലയിലാണ് കാണപ്പെടുന്നത്. ഇത് നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പ്രാബല്യത്തിൽ നമ്മുടെ ലിസ്റ്റിലൊന്നും ഔദ്യോഗികമായിട്ട് വന്നിട്ടില്ല. കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു നിർദ്ദിഷ്ട ദേശീയോദ്യാനമാണ് കരിമ്പുഴ നാഷണൽ പാർക്ക്. നീലഗിരി മലകളുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഇത് കാണപ്പെടുന്നത്. ചാലിയാറിന്റെ പോഷക നദിയായ കരിമ്പുഴയിൽ നിന്ന് ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇതിന് കരിമ്പുഴ എന്ന പേര് വന്നത്. ഇത് ഔദ്യോഗികമായിട്ട് നാഷണൽ പാർക്കായിട്ട് പ്രാബല്യത്തിൽ വന്നിട്ടില്ല, പക്ഷെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതും കൂടെ ചേർക്കുകയാണെങ്കിൽ 7 നാഷണൽ പാർക്ക് ഉണ്ടെന്ന് പറയാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് മധ്യപ്രദേശാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുള്ള ജില്ല ഏതായിരിക്കും? ഞാൻ പറഞ്ഞതിൽ കൂടുതലും ഇടുക്കിയാണ്. അല്ലെ, ഇടുക്കി തന്നെ ദേവികുളം താലൂക്കിൽ ആണ് കൂടുതലും കാണപ്പെടുന്നത്. അപ്പൊ ഇടുക്കിയിൽ 4 നാഷണൽ പാർക്കുകൾ കാണപ്പെടുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും 10 നാഷണൽ പാർക്കുകളിൽ 7 എണ്ണം കാണപ്പെടുന്നത് ഏത് സംസ്ഥാനത്ത് വെച്ചാൽ അത് അലാസ്ക, USA അലാസ്കയിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 10 നാഷണൽ പാർക്കുകളിൽ 7 എണ്ണം കാണപ്പെടുന്നത് അലാസ്കയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ചോദിച്ചാൽ അത് സൗത്ത് ബട്ടൺ ഐലൻഡ് ആണ്. ആൻഡമാൻ നിക്കോബാർ
ഐലൻഡിൽ കാണപ്പെടുന്ന സൗത്ത് ബട്ടൺ ഐലൻഡ് ആണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഹെമിസ് ആണ്. ജമ്മു കാശ്മീർ ലഡാക്ക് മേഖലയിൽ കാണപ്പെടുന്ന ഹെമിസ് ആണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ദേശീയോദ്യാനം ഇല്ലാത്ത സംസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചാബ്. പഞ്ചാബിൽ നാഷണൽ പാർക്കുകളൊന്നും തന്നെ ഇല്ല. ഇന്ത്യയിലെ ഏക സ്വകാര്യ നാഷണൽ പാർക്ക്, പ്രൈവറ്റ് ആയിട്ടുള്ള നാഷണൽ പാർക്ക്, അത് കർണാടക സംസ്ഥാനത്തിലെ കുടക് ജില്ലയിലുള്ള SAI ആണ്. സേവ് അനിമൽസ് ഇനിഷ്യേറ്റീവ് എന്ന സാങ്ച്വറി ആണ് ഇന്ത്യയിലെ ഏക പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു നാഷണൽ പാർക്ക്. ഇതിന് പുറമെ മറ്റ് ശ്രദ്ധേയമായിട്ടുള്ള നാഷണൽ പാർക്ക്, ഇന്ത്യയിൽ 96 നാഷണൽ പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ല. അതിന്റെ എല്ലാ പേരും നമുക്ക് ഓർത്തിരിക്കാനൊന്നും പറ്റത്തില്ല. എന്നാൽ ചില ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് രണ്ടെണ്ണമാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഏറ്റവും പഴക്കം ചെന്നത് ആദ്യത്താണെന്ന് പറഞ്ഞു. അവിടെ സംരക്ഷിക്കുന്ന മൃഗം ബംഗാൾ കടുവയാണ്. ഉത്തരാഖണ്ഡിലാണ് ഇത് കാണപ്പെടുന്നത്. അതുപോലെ കാസിരംഗ പല PSC ക്വസ്റ്റിനും വന്നിട്ടുള്ളതാണ്. കാസിരംഗ നാഷണൽ പാർക്ക് ആസാമിലാണ്. അവിടെ ഒറ്റക്കൊമ്പുള്ള കാണ്ടാമൃഗത്തെയാണ് സംരക്ഷിച്ചിരിക്കുന്നത്. സുന്ദർബൻ നാഷണൽ പാർക്ക് വെസ്റ്റ് ബംഗാളിലാണ്. റോയൽ ബംഗാൾ കടുവയും കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് സുന്ദർബൻ നാഷണൽ പാർക്കിൽ കൂടുതലും പ്രാധാന്യം നൽകുന്നത്. ഗിർ നാഷണൽ പാർക്ക് നമുക്കറിയാം ഗുജറാത്തിൽ സിംഹത്തെയാണ് കൂടുതലും സംരക്ഷിച്ചിരിക്കുന്നത്. ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, സുന്ദർബൻ നാഷണൽ പാർക്കിൽ ഗംഗാ ഡോൾഫിനെയും റോയൽ ബംഗാൾ കടുവയും കണ്ടൽക്കാടുകളുമാണ് പ്രധാനമായിട്ടും സംരക്ഷിച്ചിരിക്കുന്നത്. ഗംഗാ ഡോൾഫിൻ ഓർത്തിരിക്കുക. അതുപോലെ ഡാച്ചിഗാം നാഷണൽ പാർക്ക് ജമ്മു കാശ്മീരിലാണ് കാണപ്പെടുന്നത്. ഹങ്കുൽ അഥവാ കാശ്മീർ മാനുകളെയാണ് അവിടെ പ്രധാനമായിട്ടും സംരക്ഷിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നാഷണൽ പാർക്കും ബയോസ്ഫിയർ റിസർവാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ത്രോട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട്, കുറച്ച് ശബ്ദം കുറച്ചാണ് പറയുന്നത്. ഉയർത്തി കഴിഞ്ഞാൽ പെയിൻ ഉണ്ടാകുന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ശബ്ദം അടഞ്ഞു പോകുന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ശബ്ദം താഴ്ത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. ദയവായി സഹകരിക്കുക. ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.